നമുക്ക് രാവണ സഹോദരിയായ ശൂർപ്പണഖയെ കുറിച്ചൊന്ന് നോക്കിയാലോ. ശൂർപ്പണഖ എന്നാൽ മുളം പോലെ നഖമുള്ളവൾ. ശൂർപ്പണഖയുടെ ഭർത്താവായിരുന്നു വിദ്യുജ്ജിഹ്വൻ എന്ന രാക്ഷസൻ. ഒരിക്കല് യുദ്ധത്തിൽ വെച്ച് രാവണൻ്റെ കയ്യിൽ അമ്പേറ്റ് അബദ്ധത്തിൽ വിദ്യുജ്ജിഹ്വൻ മരിക്കാൻ ഇടയായി. അപ്പോൾ ഇതിൻ്റെ പക രാവണനോട് ഉള്ളിൽ പകയുന്ന സ്വല്പം ഈ ശൂർപ്പണഖയ്ക്ക് ഉണ്ടായിരുന്നു. ഇതിനു ശേഷമാണ് ശൂർപ്പണഖ പഞ്ചവടിയിലെ കരൻ്റെ അടുത്ത് താമസമാക്കിയതും ആ ഗൗതമി തീരെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാമലക്ഷ്മണ സീതമാരെ കാണാൻ ഇടയായത്. രാമനിൽ മോഹം തോന്നിയ ശൂർപ്പണഖ അതിന് തടസ്സം, രാമനെ തനിക്ക് കിട്ടുന്നതിന് തടസ്സം സീതയാണെന്ന് മനസ്സിലാക്കി സീതയെ പിടിച്ച് ഭക്ഷിക്കാൻ ഒരുങ്ങിയപ്പോൾ രാമൻ്റെ ആജ്ഞപ്രകാരം ലക്ഷ്മണൻ സീതയുടെ മൂക്കും ചെവിയും മുറിച്ചു കളയുന്നു. ഇതിന് പകരമായി ഖരനും കരദൂഷണ ത്രിശിരാക്കൾ 14,000 പടയോടുകൂടി ചെന്ന് രാമനോട് യുദ്ധം ചെയ്യുകയും രാമൻ അവരെ 3.25 നാഴിക കൊണ്ട് ഏകദേശം 72 മിനിറ്റ് കൊണ്ട് കൊല്ലുകയും ചെയ്തു. അതിനുശേഷം രാവണൻ്റെ അടുത്ത് ചെന്ന് ഈ ശൂർപ്പണഖ പറഞ്ഞു, ഇങ്ങനെ പഞ്ചവടിയിലെ രാമലക്ഷ്മണന്മാരും രാമൻ്റെ ഭാര്യ സീതയും വന്നുണ്ട്. ലക്ഷ്മി ദേവിയെ പോലെ സുന്ദരിയാണ്. അത് നിനക്ക് രാജ്ഞിയാക്കാൻ എൻ്റെ അന്തപുരത്തിൽ കൊണ്ടുവരാൻ പറ്റിയ സുന്ദരിയായതിനാൽ ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പിടിക്കാൻ ചെന്നപ്പോഴാണ് എന്നെ ലക്ഷ്മണൻ ഉപദ്രവിച്ചതെന്നും അതുകൊണ്ട് നീ എത്രയും വേഗം സീതയെ കൊണ്ട് വന്ന് നിൻ്റെ അന്തപുരത്തിൽ താമസിപ്പിക്കണമെന്നും പറഞ്ഞു. അപ്പോൾ എന്തായാലും ശൂർപ്പണഖയ്ക്ക് അറിയാമായിരുന്നു രാമരാവണ യുദ്ധം നടന്നാൽ രാവണൻ തന്നെ മരിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ആ ഒരു ചെറിയ പ്രതികാരവും കൂടി ഉണ്ട് ഇങ്ങനെ നുണ പറഞ്ഞു വേണ്ടി. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും രാമായണ മാസ ആശംസകൾ. ഹരി ഓം.